ഇജ്ജ് ആൽബമിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാണ്ടി വിളിച്ചാണ്ടൊക്കെ എത്ര സുപ്രഭാതം നിന്നീന്ന്. ആലിങ്ങലും തൊട്ടിലൊക്കെ ആയിട്ട് എത്ര സുപ്രഭാതം ആൾക്കാരൊക്കെ നിർത്തി. ഇനി ഏതാ സുപ്രഭാതത്തിനത് വരാനായില്ലേ. അമ്മക്ക് എത്ര സുപ്രഭാതം ചെലവാണ്ടെന്നൊക്കെ ഈ വല്ലേ കൊല്ലും 1,00,000 2,00,000 7,00,000 സിറാജിന്റെ മുന്നിൽ ഞങ്ങൾ ചാടി എന്നൊക്കെയല്ലേ പറഞ്ഞത്. അത് ഏതായാലും ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് കാണാം എത്ര സുപ്രഭാതം ഉണ്ട്, എത്ര മഹല്ല് ഇങ്ങക്കുണ്ട്. ഒക്കെ നമ്മക്കേ എലക്ഷൻ കഴിഞ്ഞോട്ടെ. ഏതായാലും നിങ്ങളിപ്പോൾ ഓരോ വാർഡിന്നും 50 ഓരോ ബൂത്തുനിന്ന് 50 വോട്ട് ലീഗിനെതിരെ ചെയ്യണം എന്നാ നിങ്ങളെ വോയിസൊക്കെ ഇവിടെ കിട്ടീന്. ആൽമുത്തല്ല, നിങ്ങൾ സമസ്തൻ്റെ ഒന്നായിട്ടുള്ള SYSന്റെ ഒക്കെ ആൾക്കാരൊക്കെ പറഞ്ഞ വോയിസുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സമസ്തക്ക് പാർട്ടില്ല. ഉള്ളിൽ കൂടെ നല്ല കളി കളിച്ചോളിയാടാ നിങ്ങൾ കളിച്ചോളി. ഏതായാലും എലക്ഷനൊക്കെ അങ്ങട് കഴിഞ്ഞോട്ടെ. ഇവിടെ മഹല്ലും മദ്രസൊക്കെ ഉണ്ടല്ലോ, ആൽമുത്തിൽ തന്നെ ഒന്ന് അന്വേഷിച്ച് ചോദിക്കാളാ കാളി ഇപ്പം എന്നാണ് പോകാന്ന്. ആൽബിലെ കാളിനെ എലക്ഷൻ കഴിഞ്ഞാൽ മാറ്റോ എന്ന് അന്വേഷിച്ചാളുണ്ട് കേട്ടോ. ഇപ്പം ഉണ്ടാവും. ഇനിയാണ് എലക്ഷൻ കഴിഞ്ഞിട്ടാണ് സമസ്തൻ്റെ പണ്ഡിതന്മാരും ലീഗിൻ്റെ നേതാക്കന്മാരും യുദ്ധം നടക്കാൻ പോണത്. പള്ളിയസാറൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാളാ എന്താണ് വരുന്നതെന്ന്. നിങ്ങളൊക്കെ ഓരോ മഹലിലൊക്കെ ഉണ്ടല്ലോ. പണ്ട് ചെറുശ്ശേരി പ്രസിഡന്റ് ആയപ്പോഴാണ് ഇവിടെ ഒരു സമ്മേളനം, കൂരാട് സമ്മേളനം കഴിഞ്ഞത്. അന്ന് 18 ലക്ഷം റുപ്യ സമസ്തക്ക് കടത്തിലേനി. ആ കടം ആരാണ് വീട്ടിയതെന്ന് അൻ്റെ സമസ്തൻ്റെ തലകെട്ട് കെട്ടി നടക്കുന്ന മൊലിയന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയേണ്ടി ട്ടാ. അതല്ലാതെ മദീനത്തും മക്കത്തുള്ള കുറേ SKSFന്റെ വിഡ്ഢികളുണ്ടല്ലോ, കോമാളികളും SYSന്റെ ബുദ്ധിയില്ലാത്തങ്ങൾ, ഓരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആരേനാ കടം വീട്ടിനിയത്? കടം വന്നപ്പോൾ ചെറുശ്ശേരി പറഞ്ഞ് സമസ്തയിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റൂലെന്ന്. ഒന്ന് അന്വേഷിച്ച് നോക്കിയാണ്ടി. ആ കടം വീട്ടിയത് ലീഗാ, 18 ലക്ഷം റുപ്യ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അന്വേഷിച്ച് നോക്കിയാണ്ടി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കേസുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ലീഗിൻ്റെ കീസിൽ നിന്ന് പൈസ എത്തണ്ട. അല്ല സമസ്തൻ്റെ ഒരു മൊലിയന്മാരും സമസ്തൻ്റെ ഫണ്ടിന്നോ സമസ്തൻ്റെ മൊലിയന്മാരോ ചിലവാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഏതായാലും ഞങ്ങൾ ഈ എലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ളർച്ച് കിട്ടും. ഇപ്പം നിങ്ങൾ സമസ്തൻ്റെ ആൾക്കാർ ആൽമിൽ ഇപ്പം മുജീബും ചാലാക്കിലെ സലാമും ലത്തീഫാണ്. ഒരാളിപ്പം ഓരോ പെരയിലൊക്കെ കയറി ഇറങ്ങിയാണ്ടൊക്കെ പോയി പറഞ്ഞത് ലീഗിന് വോട്ട് ചെയ്തെന്ന്. ഇവിടെ ഇപ്പോൾ ഒരു 4-5 പെരയിൽ പോയി പറഞ്ഞാണ്, നമുക്ക് കിട്ടിയ ന്യൂസാണ്. അപ്പോൾ ഓലാണ് സമസ്തൻ്റെ ആൾക്കാർ. ഇപ്പം സലാമിൻ്റെ പീഡിയൻ്റെ മുകളിലൊക്കെ CPMൻ്റെ ബോർഡാ, കണ്ടില്ലല്ലോ. CPMൻ്റെ ആൾക്കാരോട് നേരിട്ട് പോയാണ്ടാണ് ഓൻ പറഞ്ഞത് എൻ്റെ PDMൽ CPMൻ്റെ സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെക്കാൻ. അപ്പോൾ CPMൻ്റെ ആൾക്കാർ സെയ്തും കറ്റമോട്ടിലെ മാമും ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട്. എനിക്ക് കാണാം, ആൽബമിലുണ്ട്, ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട് ഓൻ്റെ ചാലാക്കിലെ ഇറക്കത്തിൽ സലാമിൻ്റെ PDMലൊക്കെ. അപ്പോൾ സമസ്ത എതിരാണ് ലീഗിന് എന്നാണ് ഓൻ പറഞ്ഞതൊക്കെ. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? സമസ്തക്ക് പാർട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് പാർട്ടി ഉണ്ട് കേട്ടാ, CPMമാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെ വോട്ടൊന്നും ഞാൻ അതേ എന്നോട് പറഞ്ഞില്ലേ, ഇജി മദീനത്തും മക്കത്തും നടക്കുന്ന കാര്യമല്ല കേട്ടാ. ഇവിടെ സമസ്തൻ്റെ SYSൻ്റെ SKSFൻ്റെ ആൾക്കാർ ആത്മുള്ളവരൊക്കെ കളിച്ചുന്നത്. ഓർക്കൊക്കെ പള്ളർച്ച കൊടുക്കും ഇൻഷാ അള്ളാ. വൈകാതെ പള്ളർച്ചും കിട്ടും ആൽബുമെന്ന് തന്നെ. സമസ്തൻ്റെ പള്ളി മദ്രസൊക്കെ ഉണ്ടല്ലോ, പേരും പറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ. ഒക്കെ നമ്മക്കേ ഒക്കെ കാണാം. ആലിങ്ങൾ അസനൊക്കെ സുപ്രഭാതൊക്കെ നിർത്തിയണല്ലോ, തൊട്ടിയിലെ മജീദൊക്കെ സുപ്രഭാതൊക്കെ നിർത്തിയാണ്. ആൽബമിൽ ഒരുവിധ ആൾക്കാരൊക്കെ സുപ്രഭാതം കൊണ്ട് പോയിക്കോളിന്ന് അറിഞ്ഞിപ്പോൾ മെയ് മാസത്തിലാണ്
നിങ്ങളെ സുപ്രഭാതം മദ്രസത്തൊക്കെ വരിക പള്ളി വീട്ടിലൊക്കെ